തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ മത്സ്യമാർക്കറ്റ് ലേലം കൊള്ളാൻ ആളില്ല. 3 തവണ നടത്തിയ പരസ്യ ലേലത്തിൽ പങ്കെടുത്തവർ ആരും ചന്തയുടെ നടത്തിപ്പ് ഏറ്റെടുത്തില്ല. ലേലത്തുക ഉയർന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എല്ലാവരും പിന്മാറിയത്. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Kanyanad. അടിസ്ഥാന ലേലത്തുക ഉയർന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ലേലക്കാർ പിന്മാറിയതോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മത്സ്യമാർക്കറ്റിന്റെ ലേല നടപടികൾ തുടർച്ചയായി 3ാം തവണയും മുടങ്ങി. മുൻ വർഷത്തേക്കാൾ 5% തുക വർദ്ധിപ്പിച്ച് 9,56,000 രൂപയായിരുന്നു അടിസ്ഥാന തുകയായി നിശ്ചയിച്ചിരുന്നത്. 5% അധിക തുക ഒഴിവാക്കി നൽകിയിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ലേലത്തിലടക്കം ലേലക്കാർ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയി. അടിസ്ഥാന തുക 2 ലക്ഷം രൂപയായി കുറച്ച് ലേലം പുനരാരംഭിക്കണമെന്ന നിലപാടിലാണിവർ. തൃക്കരിപ്പൂരിലും സമീപ പ്രദേശങ്ങളിലുമായി പുതിയ മത്സ്യച്ചന്തകൾ ആരംഭിച്ചതും കച്ചവടക്കാർ മടക്കര തുറമുഖത്ത് നേരിട്ടെത്തി മീൻ വാങ്ങാൻ തുടങ്ങിയതും പ്രാദേശിക മത്സ്യമാർക്കറ്റുകളിലെ വിൽപ്പനയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃക്കരിപ്പൂർ മത്സ്യമാർക്കറ്റിനുണ്ടായ ക്ഷീണമാണ് ഉയർന്ന തുകയ്ക്ക് ലേലമെടുക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്നോട്ടടിക്കുന്നത്. ലേലമെടുക്കാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് നേരിട്ട് മത്സ്യമാർക്കറ്റ് നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഭരണസമിതി. തൃക്കരിപ്പൂർ പഞ്ചായത്തിന് കീഴിലുള്ള മത്സ്യമാർക്കറ്റിൻ്റെ ലേലം സംബന്ധിച്ച് 3 പ്രാവശ്യം പരസ്യമായി ലേല നടപടി പൂർത്തീകരിച്ചിട്ടും ആരും എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇനി അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ചേരുന്ന ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.